ിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ഒരു കോഴ്സിൽ കണക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രിക്കുകളാണ് 2 ലെസനുകളിലായിട്ട് നമ്മൾ ആഡ് ചെയ്തു വന്നത്. 2-3 ലെസനുകളിലായിട്ട് ക്ലോക്കിൽ നിന്നുള്ള പ്രോബ്ലംസും പ്രൈം നമ്പേഴ്സ് എങ്ങനെയാണ് എളുപ്പത്തിൽ അത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ റീസെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ലെസണിൽ വളരെ പ്രധാനപ്പെട്ട PSC ചോദിക്കാറുള്ള ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള ഒരു കൺസെപ്റ്റ് ആണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, വലിയ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ റൂട്ട് കാണേണ്ട സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം വിയർക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ സാധിക്കുക, സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രോബ്ലം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി സ്പീഡിൽ അത് ചെയ്യാം. കുറച്ച് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെയധികം എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ എങ്കിലും സ്ക്വയേഴ്സ് അറിഞ്ഞിരിക്കണം. ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, 2ന്റെ സ്ക്വയർ 4, 3 9, 4 16, 5 25, 6 36, 7 49, 8 64, 9 81, 10 100. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതറിയുമെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായിട്ട് 6084 6084ന്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടതെങ്കിൽ, സ്ക്വയർ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 6084 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടതെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്യുന്നു. എത്രയാ? 4 ആണല്ലോ. ഓക്കെ, 4 ഇവിടെ ഏതിന്റെ സ്ക്വയർ ആയിട്ടാണ് 4 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നതെന്ന് നോക്കാം. ഇവിടെ 4 വരുന്നുണ്ട്, പിന്നെയോ ഇവിടെ 4 വരുന്നുണ്ട് അല്ലെ. അപ്പൊ 2ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും അവസാനത്തെ ഡിജിറ്റ് 4 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരത്തിന്റെ അവസാനത്തെ ഡിജിറ്റ് ഒന്നുകിൽ 2 ആയിരിക്കും അല്ലെങ്കിൽ 8 ആയിരിക്കും. ഞാൻ ഒന്നും കൂടെ പറയാം. 4 എവിടെയൊക്കെ വരുന്നുണ്ട്? 2ന്റെ സ്ക്വയറിലും 4 വരുന്നുണ്ട്, 8ന്റെ സ്ക്വയറിലും അവസാനത്തെ ഡിജിറ്റ് 4 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 2 8 ഈ 2ഓ 8ഓ ആയിരിക്കും ഉത്തരത്തിന്റെ അവസാനത്തെ ഡിജിറ്റ്. ഏതാന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് തീരുമാനിക്കാം. ഇനി ഇവിടെ 2 നമ്പറുകൾ നമ്മൾ ഇനി നെഗ്ലക്ട് ചെയ്ത് കളയുന്നു. 4 എന്ന് പറയുന്നതായിരുന്നു ആദ്യം എടുത്തത്. അതിനോട് അടുപ്പിച്ചുള്ള 8 എന്ന് പറയുന്ന നമ്പർ ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ബാക്കിയുള്ള നമ്പർ ഏതാ? 60 അല്ലെ. 60 എന്ന് പറയുന്ന നമ്പർ ഇക്കൂട്ടത്തിൽ എവിടെയാണ് വരുന്നത്? 49ന്റെയും 64ന്റെയും ഇടയിലല്ലേ 60ന്റെ സ്ഥാനം. 64ലേക്ക് എത്തുന്നില്ല അല്ലെ. അതുകൊണ്ട് താഴെ ഉള്ളതിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, മുകളിലുള്ളത് നോക്കുക. 49 ആണ് ഏറ്റവും വലിയ നമ്പർ. 60 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 49 ആണ്. 49ന്റെ സ്ക്വയർ റൂട്ട് എത്രയാന്ന് നോക്കുക? 7 അല്ലെ. 7 ആണ് കിട്ടിയത്. ഉത്തരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ് എത്രയായിരിക്കും? അത് കിട്ടിക്കഴിഞ്ഞു. 7 ആണ് ശരിയായ ഉത്തരം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 60 നമ്മൾ എടുത്തത് അല്ലെ. 60 എവിടെ പ്ലേസ് ചെയ്യാം? 49ന്റെയും 64ന്റെയും ഇടയിൽ പ്ലേസ് ചെയ്യാം. 64ലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് നമ്മൾ താഴെയുള്ളത് 64 81 100 എന്നുള്ളത് ഇനി കൺസിഡർ ചെയ്യുന്നില്ല. തൊട്ട് മുകളിലുള്ള, അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള തൊട്ട് മുകളിലുള്ള വലിയ നമ്പർ എടുക്കുന്നു. 49. 49ന്റെ സ്ക്വയർ റൂട്ട് കാണുന്നു 7. ഓക്കെ, അപ്പൊ ഉത്തരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ് എത്രയായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, ഇനി ഈ 2 ആണോ 8 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 49ന്റെയും 64ന്റെയും ഇടയിലാണ് 60ന്റെ സ്ഥാനം അല്ലെ. ഏതിനോടാണ് കൂടുതൽ അടുപ്പം? 60ന് 64നോടാണോ 49നോടാണോ കൂടുതൽ അടുപ്പം? 64നോടല്ലേ. സ്വാഭാവികമായിട്ടും വലിയ നമ്പർ എടുക്കുക. താഴത്തെ നമ്പറാണ് 64 അല്ലെ. അപ്പൊ ഇതിലെ വലിയ നമ്പർ എടുക്കുക. ആ ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. ചെറിയ നമ്പർ മുകളിലും വലിയ നമ്പർ താഴെയാണ് എഴുതുന്നത്. ഇവിടെ താഴത്തെ നമ്പറിനോടാണ് കൂടുതൽ അടുപ്പം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? താഴത്തെ നമ്പർ കൺസിഡർ ചെയ്യുന്നു. 78 ആണ് ശരിയായ ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യത്തെ ചോദ്യം ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 1-2 പ്രോബ്ലംസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, തീർച്ചയായും. ഓക്കെ, അപ്പൊ 4 എന്ന് പറയുന്ന നമ്പറാണ് കൺസിഡർ ചെയ്യുന്നത്. 4 അവസാനത്തെ ഡിജിറ്റ് ആയിട്ട് എവിടെയൊക്കെ വരുന്നുണ്ട്? 8ന്റെയും 2ന്റെയും അവസാനത്തെ ഡിജിറ്റ് 4 ആണ്. അതുകൊണ്ട് നമ്മൾ 2ഓ 8ഓ ആയിരിക്കും. ചെറിയ നമ്പർ മുകളിൽ എഴുതണേ. 2ഓ 8ഓ ആയിരിക്കും ഉത്തരത്തിന്റെ അവസാനത്തെ ഡിജിറ്റ്. ഇനി 60 84 ആ 2 ഡിജിറ്റ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നില്ല അല്ലെ. 60 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. 60 എന്ന് പറയുന്നത് 49ന്റെയും 64ന്റെയും ഇടയിലാണ് 60 പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ 64ലേക്ക് എത്താത്തത് കൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി കളയുന്നു. ഏറ്റവും മുകളിൽ ഏറ്റവും വലിയ നമ്പർ എടുക്കുന്നു 49. അതിന്റെ സ്ക്വയർ റൂട്ട് നോക്കുന്നു 7 ആയിരിക്കും ഉത്തരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ്. ഓക്കെ, ഇനി 60 എന്ന് പറയുന്നത് 49നോടാണോ 64നോടാണോ കൂടുതൽ അടുത്ത് കിടക്കുന്നത് എന്ന് നോക്കുന്നു. 64നോടാണ്. താഴത്തെ നമ്പറിനോടാണ്. താഴത്തെ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും വലിയ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് 8 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. 78 എന്ന് പറയുന്ന ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ ഇതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും.
9216 അതാണ് നമ്പർ അല്ലെ. അവസാനത്തെ ഡിജിറ്റ് എടുക്കുന്നു, എത്രയാണ്? 6 അല്ലെ. 6 അവസാനത്തെ ഡിജിറ്റ്. 6 വരുന്നത് എവിടെയൊക്കെയുണ്ട്? 6 വരുന്നത് എവിടെയൊക്കെയുണ്ട്? 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നതും 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നതും അവസാനത്തെ ഡിജിറ്റ്, സോറി 8ന്റെ അല്ല 6ന്റെ അല്ലെ. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നതും 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നതും അവസാനത്തെ ഡിജിറ്റ് 6 വരുന്നതാണ്. അതുകൊണ്ട് ഉത്തരത്തിന്റെ അവസാനത്തെ ഡിജിറ്റ് ഒന്നുകിൽ 4 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും. അത് ഞാൻ മുകളിൽ ചെറിയ നമ്പറും താഴെ വലിയ നമ്പറും ആയിട്ട് എഴുതി. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6. ഓക്കെ, 6 വരുന്നത് 4നും 6നുമാണ്. അതുകൊണ്ട് ഒന്നുകിൽ 4 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും. അത് 4, 6 എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. ഓക്കെ, ഇനി നമ്മൾ 2 നമ്പർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 16 നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. ഇനി 92 ബാക്കിയുള്ളത്. അത് 81ന്റെയും 100ന്റെ ഇടയിലാണ് 92. 100ലേക്ക് എത്തുന്നില്ല, അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് മുകളിലെ ഏറ്റവും വലിയ നമ്പർ എടുക്കുന്നു 81. അതിന്റെ സ്ക്വയർ റൂട്ട് നോക്കുന്നു, എത്രയാ? 9. അപ്പൊ 9 ആയിരിക്കും ഉത്തരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ്. ഓക്കെ, ഇനി 92 ഏതിനോടാണ് കൂടുതൽ അടുത്തിരിക്കുന്നത്? 81നോടാണോ 100നോടാണോ? സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും 100നോടാണ് കൂടുതൽ അടുത്തിരിക്കുന്നത് അല്ലെ. 100ഉം 92ഉം തമ്മിൽ 8 വ്യത്യാസമുള്ളൂ അല്ലെ. 92ഉം 81ഉം തമ്മിൽ എന്താണ്? അതിൽ കൂടുതലാണ് വ്യത്യാസം. അതുകൊണ്ട് 100നോടാണ് അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് താഴത്തെ നമ്പർ തന്നെ എടുക്കുന്നു. താഴത്തെ നമ്പർ ഏതാണ്? 6 ആണ് താഴത്തെ നമ്പർ. അതുകൊണ്ട് 96 ആയിരിക്കും ശരിയായ ഉത്തരം. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അവസാനത്തെ ഡിജിറ്റ് എടുക്കുന്നു. അവസാനത്തെ ഡിജിറ്റ് സ്ക്വയറിൽ ഏത് നമ്പറിലേക്കാണ് വരുന്നത് നോക്കുന്നു. ആ 2 നമ്പറിൽ ഏതെങ്കിലും ആയിരിക്കും. ചില കേസിൽ 1 വരുള്ളൂ കേട്ടോ. 5 ആണ് വരുന്നതെങ്കിൽ അത് ഏത് മാത്രമേ വരുള്ളൂ? 5 മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഇത്തരത്തിൽ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, ഇനി അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 5 ആണ് അവസാനത്തെ ഡിജിറ്റ് വരുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. 1, 2 നമ്പർ വരാനുള്ള ഒരു പോസിബിലിറ്റി തന്നെ ഇല്ല. ഒറ്റയടിക്ക് അവസാനത്തെ ഡിജിറ്റ് 5 ആണെങ്കിൽ നമ്മൾ ഉത്തരത്തിന്റെ അവസാനത്തെ ഡിജിറ്റും 5 തന്നെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഈ പ്രൊസീജിയർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി 2 ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അത് അവിടെ മാറ്റി വെച്ചു. എന്നിട്ടോ 2 ഡിജിറ്റ് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള നമ്പർ എടുക്കുന്നു. അത് എവിടേക്കാണ് വരുന്നത്, ഏതിന്റെ ഇടയിലാണ് വരുന്നത് നോക്കുന്നു. അതിൽ അവസാനത്തെ ഡിജിറ്റ് താഴത്തെ നമ്മൾ ഒഴിവാക്കി കളയുന്നു. മുകളിലുള്ളതിന്റെ സ്ക്വയർ റൂട്ട് കാണുന്നു. അതായിരിക്കും ഉത്തരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ്. ഏതിനോടാണ് കൂടുതൽ അടുത്തിരിക്കുന്നത് നോക്കുന്നു. അതാണ് എന്ത്? ആ അടുത്തിരിക്കുന്നത് താഴെയാണെങ്കിൽ വലിയ നമ്പർ ആയിരിക്കും ഉത്തരത്തിന്റെ അവസാനത്തെ ഡിജിറ്റ്. മുകളിലാണെങ്കിൽ ചെറിയ നമ്പർ ആയിരിക്കും എന്നുള്ളത് ഇവിടെയും നമുക്ക് കിട്ടി, ഇവിടെയും നമുക്ക് കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 നമ്പറുകളും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. 2025ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 6084ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 4225ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ലെസണിൽ ഞാൻ ഒരു കൺസെപ്റ്റ് ആഡ് ചെയ്തിരുന്നു. അതായത് സ്പെഷ്യൽ ക്ലാസ്. നിങ്ങൾക്ക് പ്ലസ് കോഴ്സിന്റെ ഇന്റർഫേസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ടെക്നിക്കലി ചെറിയ കാരണങ്ങൾ കൊണ്ട് ഇന്ന് ആ സ്പെഷ്യൽ ക്ലാസ് നടക്കില്ല. അപ്പോൾ തീർച്ചയായും മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കും. അപ്പൊ തീർച്ചയായും ഈ വീഡിയോസ് 2 ലെസൺസും കാണുന്നവരാണെങ്കിൽ ആ വീഡിയോസ് തൽക്കാലം മാറ്റി വെച്ചതായിട്ട് എല്ലാവരെയും അറിയിക്കുക കൂടി ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റുകളിലൂടെ അറിയിക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഒരുപാട് ട്രിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും അറിയിക്കും, സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം നിർത്തുന്നു. അടുത്ത ലെസണിൽ നമുക്ക് കൂടുതൽ ട്രിക്കുകളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.